കണ്ടന്റിനുള്ളയായി. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഈവനിങ് ആണ് ഇറങ്ങിയേക്കുന്നത്. ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. മഴക്കാറുണ്ട്, വെയിൽ കണ്ടിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ മഴക്കാർ നിൽക്കുന്നു. മഴ പെയ്യോ സൺസെറ്റ് തോട്ടിപ്പോവോ എനിക്കറിഞ്ഞൂടാ. നമുക്ക് ഏതായാലും നോക്കാം. ഇപ്പം നിൽക്കുന്ന ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ സ്ഥലത്താണ് നമ്മൾ നേരെ കട്ടപ്പനെ പോയിട്ട് കല്യാണത്തണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൺസെറ്റ് കാണാൻ പോകുന്നത്. അപ്പം സൺസെറ്റ് ഇല്ലയോ എന്നുള്ളൂടാ, ഏതായാലും നോക്കാം. പതുക്കെ ചാറി തുടങ്ങി. പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പോവാൻ മച്ചാനെ, മഴ പെയ്യൂ. ഗൈസ്, ഇതാണ് സ്കൈലൈനർ. നേരെ കട്ടപ്പനയ്ക്കാണ്. കട്ടപ്പനയിൽ നമ്മൾ നേരെ കല്യാണത്തണ്ട് പോവും. അവിടെ പോയിട്ട് അവിടുത്തെ വ്യൂ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരും. മഴക്കാർ അവിടെ ഉണ്ട്, ഈ സൈഡില്ല. ചില ഭാഗത്ത് മഴയുണ്ട്, ചില ഭാഗത്ത് മഴയില്ല. ഒരവസ്ഥയാണ്. പൊക്കോ. കാണുന്ന മടിയിലാണ് നമ്മൾ പോകുന്നത്. കല്യാണത്തിൻ്റെ ഇവിടുന്ന് തന്നെ ഒരു അമ്പലത്തിൻ്റെ അവിടുന്ന് മല സ്റ്റാർട്ട് ചെയ്യുന്നത്. അഞ്ചൂരിൽ ടണലിൻ്റെ മണ്ടേ കാണുന്ന മലയിലാണ് ഇപ്പോൾ പോകുന്നത്. അധികം അങ്ങനെ ആരും വരാത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണിത്. ഉള്ളവർക്ക് അറിയാമെന്നല്ലാതെ വേറെ ആർക്കും അങ്ങനെ ഈ സ്ഥലത്തെ കുറിച്ച് അങ്ങനെ ഇല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു മലയുണ്ട്, അത് നമ്മൾ ഇടുക്കി പോകുന്ന റൂട്ടിലാണ്. അതും സെയിം വ്യൂ ഒക്കെ തന്നെയാണ്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഓടിച്ചളിക്കാൻ പറ്റിയ ടൈപ്പ് റൂട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട്. തെന്നി വീഴല്ലേ. മിററുണ്ട്, മിറർ വെച്ചോണ്ടാണ് വന്നത്. ബാക്കിയൊക്കെ തെന്നിയൊക്കെ. അയ്യോ, കുഴി പോയേ. നേരെ കിട്ടോ.
ഇത്രയും ടഫായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആറെണ്ണം താഴെ പോയിട്ടുണ്ട്. മച്ചാനെ അയ്യോ ഇല്ല, ഇതാണ് ഹൈലൈറ്റ്. ആ കാണുന്ന എല്ലാം കട്ടപ്പനയാണ് ഗൈസ്. എനിക്ക് നിർത്താൻ പറ്റില്ല, നിർത്തിയാൽ ഞാനും കുഴി പോവും. പിണങ്ങി പോവാണോന്ന് 16 17 ഇങ്ങോട്ട് കയറ്റ്. അവിടെ കറങ്ങാൻ ചാൻസ് ഉണ്ട്. അതിലേ പോവും. ആ ആ ആ ആ ആ മച്ചാനെ ഒറ്റ സ്ട്രെച്ച് വെട്ടിപ്പാളി വരുന്നുണ്ട്. ഇത് ഇടുക്കി ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഗൈസ്. കട്ടപ്പന ടൗണാണ് കാണുന്നത്. കുറേ കടകളും നിങ്ങൾ കാണുന്നില്ലേ, അതാണ് കട്ടപ്പന. ഈ സൈഡ് വരുമ്പം അഞ്ചുരുളി, അങ്ങോട്ട് പോകുമ്പം മറ്റേ സ്ഥലം കാൽവരി മൗണ്ട് സൈഡാണ് ആ സൈഡ്. ഇത് ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. നമ്മൾ ഇവിടെ കുറച്ച് നേരം നിന്നു, ഇനി അങ്ങോട്ട് പോകണം. അതുകൊണ്ട് അങ്ങോട്ട് പോകും കൊണ്ട് നമ്മുടെ മിററൊക്കെ നമ്മൾ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ചെരിഞ്ഞ് കഴിഞ്ഞാൽ മിറർ പൊട്ടാൻ ചാൻസ് ഉണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ നല്ല കാറ്റുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ മിററൊക്കെ ഊരി വെച്ചേ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. കല്ലാണ്. അപ്പം നമ്മളത് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വന്ന് കയറി അത്രയും ഓഫ് റോഡ് ഫണ്ണായിരുന്നു. പിന്നെ ഇതിൽ കുറച്ച് നമ്മളിപ്പോൾ ഓടിച്ചു. ഞാൻ
പ്രതീക്ഷിച്ചത്ര പോരെ. കാരണം ഞാൻ അങ്ങോട്ട് കാണത്തില്ല എന്നോർത്തു വന്നാലും ഇത്രയുടെ ഓടിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഫ്രെയിംസൊക്കെ അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഫ്രെയിംസൊക്കെ അടിപൊളിയാണ്. ഹേ പ്രഭു, സണ്ണെന്നെ സെറ്റാവാതെ സമയത്രയായി. മഴ പെയ്യുന്നു ഗൈസ്, ഒടുക്കത്തെ കാറ്റും മഴയും വന്നു. ആ സമയം 6:15. നമ്മൾ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടുന്ന് ഇപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. ഇങ്ങനത്തെ ജോജി തമ്പിയും ഉയർന്നു വാ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഇതിലെ ഒഴിച്ച് നടന്നു. പിന്നെ ടൈം ലാപ്സ് വെച്ചാൽ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കഴിഞ്ഞില്ലേ. നമ്മുടെ കുറച്ച് വ്ളോഗ് പെൻഡിങ് ആണ്, അപ്പം അത് പയ്യിടാം. വരാറുണ്ട്. എഡിറ്റ് ചെയ്യുന്ന താമസം കൊണ്ട് ലാഗായി കിടക്കുവാണ്. അപ്പോൾ ഒരു വാൽപ്പാറ വ്ളോഗ് കിടപ്പുണ്ട്, അപ്പം അതടുത്ത് തന്നെ വരും. ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും അത് വരുന്നത്, ചിലപ്പോൾ ഇതിന് മുമ്പായിരിക്കും അത് വരുന്നത് അല്ലേ. അങ്ങനെ സൺസെറ്റ് കാണാൻ പറ്റിയില്ല അല്ലേ, സണ്ണിനെ കാണാൻ പറ്റിയില്ല. മഴയൊക്കെ ഉള്ളതുകൊണ്ട് സണ്ണ് പോയി. ഇനി നമുക്കും പോവാം, കാരണം ഇവിടെ നിന്നിട്ട് ഇനി വലിയ കാര്യമില്ല, ഈ ഒരു വ്യൂ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പയ്യെ പോവാം. അടുത്ത എപ്പോഴേലും വരുമ്പം നല്ല സൺസെറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, എടുത്തല്ലോ. കയറിപ്പോയേ. അപ്പോൾ നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ നോക്കുമ്പോൾ വീഡിയോയ്ക്കൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടില്ല. വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അല്ലാതെ ഇവിടെയൊക്കെ പോകാൻ ആഗ്രഹമോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ അത് നമുക്ക് ഗ്രൂപ്പ് സെറ്റ് ചെയ്യാം. ചില്ലെടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ബൈക്കിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും എന്തെങ്കിലും മെസ്സേജ് മതി. ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാലും മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാർജായി നിൽക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ ഒന്ന് ചാർജ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പം ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളായി കമൻറ്റിൽ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫ് റൈഡ്.